ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റാഫെല്ലോ പേസ്ട്രിയാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുൻപായിട്ട് റാഫെല്ലോ കേക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ഒരു 2 ടയർ റാഫെല്ലോ കേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് റാഫെല്ലോ കേക്ക് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ബേക്കിംഗ് ഒന്നും കാണിക്കുന്നില്ല. ഫ്രോസ്റ്റിങ്ങും അതുപോലെ തന്നെ ഈ പേസ്ട്രി കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഞാൻ ഒരു റാഫെല്ലോ സ്പഞ്ച് കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 കപ്പ് മൈദ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റാഫെല്ലോ സ്പഞ്ച് റെഡിയാക്കുന്നതും അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഈ പേസ്ട്രി ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. കേക്കിനെ നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ക്രീം വെച്ചിട്ട് ലെവൽ ചെയ്യാം. ഈ ക്രീമിൽ നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ ക്രീം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ക്രീം ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ക്രീം നന്നായിട്ട് ലെവൽ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാം പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 3 ലെയറായിട്ടാണ് ഈ കേക്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 3 ലെയറും സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തേക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് കട്ടിയിൽ തന്നെ ക്രീം ഇട്ടതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഒരുപാട് ഫിനിഷ് ചെയ്യൊന്നും വേണ്ട. നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ടിട്ടൊന്ന് കവർ ചെയ്യാനുള്ളതാണ്. മാത്രമല്ല സൈഡൊന്നും ക്ലിയർ ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പാസ്ട്രിക്ക് ആകുമ്പോൾ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഡിലൊന്നും ക്രീം ആക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും മുകളിലായിട്ട് ക്രീം വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ മുകൾ ഭാഗം ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒരു 8 മണിക്കൂറെങ്കിലും നന്നായിട്ട് ഇരുന്ന് സെറ്റായതിന് ശേഷമാണ് നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ അതാ കേക്ക് ഞാനൊരു പിറ്റേ ദിവസമാണ് എടുത്തിട്ടുള്ളത്. ഒരു 8 മണിക്കൂറിൻ്റെ മുകളിലായിട്ട് തന്നെ ഫ്രിഡ്ജിലിരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഷാർപ്പായിട്ടുള്ളൊരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതിൻ്റെ 4 എഡ്ജും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരളവ് വെച്ചിട്ട് നമുക്ക് ഇത് 10 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. സ്കെയിൽ വെച്ചിട്ട് അളന്നിട്ടാണ് ഇപ്പോൾ ചെയ്തെടുക്കുന്നത്. സ്കെയിൽ വെച്ച് അളന്നിട്ട് ഓരോ അടയാളം ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും. അങ്ങനെ നമ്മളൊരു 10 പീസായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ നടുഭാഗത്തായിട്ടും ഒരേ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ അളവിൽ സ്കെയിൽ വെച്ച് അളന്നതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒരേ അളവിൽ 10 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എക്സ്ട്രാ 2 പീസ് വന്നിട്ടുണ്ട്. അത് മാറ്റിയതിന് ശേഷം
നമ്മൾ ഓരോ പീസും ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഓരോ റാഫെല്ലോ കാൻഡി കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റാഫെല്ലോ പാസ്ട്രി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്